മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നിരന്തരം കൊണ്ടുവരുന്ന വാർത്ത അത് ധർമ്മശാലയിൽ നിന്നുള്ള വാർത്തകളാണ്. ധർമ്മസ്ഥലയിൽ കോടതി ഉത്തരവിനും പുല്ലുവില. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് ഇതുവരെയും സുരക്ഷയില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന കോടതി നിർദ്ദേശവും നടപ്പായില്ല. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന വൈകുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, ഈ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഈ ശുചീകരണ തൊഴിലാളിക്ക് സുരക്ഷ നൽകേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ആ ഉത്തരവാദിത്തം നടക്കുന്നില്ല എന്നത് പോട്ടെ, ഒരു വെളിപ്പെടുത്തൽ നടത്തി കോടതി അക്കാര്യത്തിൽ ശക്തമായൊരു നിർദ്ദേശം നൽകിയിട്ടും ഇതുവരെയും അനങ്ങാത്ത പോലീസ് അതിനെന്ത് വിശദീകരണമാണ് പറയുന്നത്? ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അഭിഭാഷകർ ആലോചിക്കുന്നില്ലേ? തീർച്ചയായും ഈ വിഷയം കോടതിയിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് അഭിഭാഷകർ ഇപ്പോൾ ആലോചിക്കുന്നത്. അത് ഇന്ന് തന്നെ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ധർമ്മസ്ഥലയിൽ നാടകീയമായ സംഭവങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നതെന്ന് പറയേണ്ടി വരും ശ്രീജ. എന്തായാലും ഈ കേസിലെ ഏക സാക്ഷിയാണ് ഈ ശുചീകരണ തൊഴിലാളി. അദ്ദേഹത്തിന് ഈ തെളിവും അതുപോലെ തന്നെ മൊഴിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോടതിയിൽ മുന്നിൽ ബോധിപ്പിക്കുമ്പോൾ, രഹസ്യമൊഴി നൽകുമ്പോൾ അദ്ദേഹം പ്രധാനമായും ആവശ്യപ്പെട്ടത് തനിക്കും തന്റെ കുടുംബത്തിനും പോലീസ് സംരക്ഷണം വേണം, താൻ എല്ലാം തുറന്നു പറയാമെന്നാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കോടതിയിൽ രഹസ്യമൊഴിയായി നൽകുന്നത്. പക്ഷേ ഇപ്പോഴും ഇദ്ദേഹത്തിന് ഒരു സുരക്ഷയും പോലീസ് ഒരുക്കി കൊടുത്തിട്ടില്ല. ഇതിൽ പോലീസ് പറയുന്നത് ഇദ്ദേഹത്തെ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊരു വിചിത്ര വാദമാണ് ജില്ലാ SP K അരുൺ ഇന്നലെ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ ഈ പരിശോധന കുഴിച്ചു എടുത്തുള്ള പരിശോധന നടത്തുമെന്ന് പറഞ്ഞെടുത്ത് ശുചീകരണ തൊഴിലാളി എത്തിയിരുന്നു. 3 മണിയോടുകൂടി അദ്ദേഹം അഭിഭാഷകർക്കൊപ്പം അവിടെ എത്തിയിരുന്നു. ആ ഒരു വ്യക്തിയെയാണ് തങ്ങൾക്ക് എവിടെയുണ്ടെന്ന് അറിയില്ല എന്ന് പോലീസ് വിചിത്രവാദം പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസിന്റെ നാടകീയമായ സംഭവം തുടരുകയാണ്. ഇത് പരമാവധി നീട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യങ്ങളുള്ളത്. അപ്പോഴും പോലീസ് നൽകിയ വാർത്താക്കുറിപ്പിൽ ഒരു കാര്യം പറയുന്നുണ്ട്: കുഴിച്ചെടുത്തുള്ള പരിശോധന തങ്ങൾ നടത്തും, ഉടനെ തന്നെ നടത്തും. അത് കേസിന്റെ മറ്റു നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ നിർണായകമായ ഘട്ടത്തിൽ, ആവശ്യമായ ഘട്ടത്തിൽ അത്തരം നടപടികളിൽ കടക്കുമെന്ന് തന്നെ ആ വാർത്താക്കുറിപ്പിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും ഇവിടെ ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ അനന്യ ഭട്ടിന്റെ കേസുമായി 2003 കാണാതായ അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിലൊരു FIR രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെ ധർമ്മസ്ഥല പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ സുജാത ഭട്ട് കഴിഞ്ഞ ദിവസമാണ് ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകിയത്. പരാതി പോലീസ് സ്വീകരിക്കുന്നു, അന്വേഷണം ആരംഭിച്ചെന്ന് ഇവർക്ക് മറുപടി നൽകുന്നു. ഈ അമ്മ പറയുന്നത് പ്രധാനമായും തന്റെ മകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം, ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് തന്റെ മകളുടെ മൃതദേഹം ഉണ്ടാകും, അതിൽ നിന്നൊരു അസ്ഥിയെങ്കിലും തനിക്ക് എടുത്തു തരൂ അന്ത്യകർമ്മം ചെയ്യാൻ എന്ന ആ അമ്മ ആ പരാതിയിൽ അത്രത്തോളം സങ്കടകരമായ ഒരു കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. ആ അമ്മയുടെ ഒരു വാർത്താക്കുറിപ്പും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് ഈ കാര്യത്തിൽ ആ സ്ഥലം കുഴിച്ചെടുക്കണം, ഈ പ്രദേശങ്ങൾ കുഴിച്ച് പരിശോധന നടത്തണം, അവിടെ തന്റെ മകളുടെ മൃതദേഹം അവശേഷം അവിടെ ഉണ്ട് എന്ന് ആ അമ്മ വിശ്വസിക്കുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ നിർണായകമായ തെളിവുകൾ ലഭിക്കേണ്ട ഒരു കേസിൽ വലിയ തോതിലുള്ള കൂട്ടക്കൊലപാതകം നടന്ന ഒരു സ്ഥലം, ആ സ്ഥലമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ സാക്ഷിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കേസ് എന്നേക്കുമായി ഇല്ലാതാകും. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത ഒരവസ്ഥ വരും. അത് തന്നെയാണ് ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ഭയക്കുന്നത്. ഈ കേസ് ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാനുള്ള ശ്രമം ഇപ്പോഴും ഉന്നത സ്വാധീനം ഉപയോഗിച്ച് ഈ സംഘങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവായി ഇത് മാറുകയാണ്. എന്തായാലും പോലീസിൽ നിന്നും ലഭിക്കുന്ന ഔദ്യോഗികമായുള്ള വിവരം ഇതാണ്: സാക്ഷിയെ തങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, സാക്ഷി എവിടെയാണെന്ന് അറിയില്ല എന്നൊരു വിചിത്രവാദം അവർ പറയുന്നു. അപ്പോഴും ഈ പ്രദേശം കുഴിച്ചെടുക്കാനുള്ള നടപടികൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ആവശ്യമായ ഘട്ടങ്ങളിൽ അത്തരം നടപടികളിലേക്ക് കടക്കും. സങ്കീർണമായ ഒരു നടപടിയാണ് അതെന്നാണ് പോലീസ് പറയുന്നത്. ഏത് നിമിഷവും പോലീസ് അത്തരം നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. എന്തായാലും ആ സ്ഥലത്ത് ഇത്തരത്തിൽ പരിശോധന നടത്തിയാൽ മാത്രമേ കൂടുതൽ സത്യങ്ങൾ പുറത്തേക്ക് വരൂ. ഒരുപാട് ജീവിച്ചിരിക്കുന്നവർ, അവരുടെ മക്കൾ ആ മണ്ണിനടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ DNA ഉൾപ്പെടെയുള്ള പരിശോധന, അത്ര ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാൻ പറ്റുന്ന ഈ കേസിന്റെ നിർണായക വഴിത്തിരിവ് അയക്കാവുന്ന ഒരു കാര്യമാണിത്. ആ കാര്യത്തിൽ അടിയന്തരമായ നടപടി വേണമെന്നാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിയും പറയുന്നത്.
ഏതായാലും അഭിഭാഷകർ ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നുണ്ട്. പോലീസ് സംരക്ഷണം ഒരാഴ്ചയായിട്ടും പോലീസ് സംരക്ഷണം നൽകിയിട്ടില്ല. ഈ ശുചീകരണ തൊഴിലാളിക്ക് ഏത് സമയത്തും അപകടം സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ സുരക്ഷ ഒരുക്കണം അദ്ദേഹത്തിന്. മാത്രമല്ല കോടതി വിശദമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ആ സ്ഥലം കുറിച്ച് പരിശോധന നടത്താനുള്ള നടപടിക്രമങ്ങൾ ഇല്ലാത്തതും അതും ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഏതായാലും കോടതിയെ ലക്ഷ്യം ഇതിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അത് കൃത്യമായി പോലീസിന്റെ മറുപടി വന്നതോടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരു സുരക്ഷയും ഇതുവരെ ഈ സമയം വരെ ഈ ശുചീകരണ തൊഴിലാളിക്ക് നൽകിയിട്ടില്ല എന്നത് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അഭിഭാഷകർ ഇന്ന് ഈ കോടതിയെ ഈ കാര്യം ധരിപ്പിക്കും. എന്താണ് കോടതി പറയുന്നത് അത് ഏറ്റവും നിർണായകമായിരിക്കും. അതുമാത്രമല്ല സുപ്രീം കോടതിയെ സമീപിക്കാനും അഭിഭാഷകർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ സംരക്ഷണമാണ് ഈ ശുചീകരണ തൊഴിലാളി ആവശ്യപ്പെട്ടിരുന്നത്. കോടതിയിൽ നിന്നും അതിനുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ലേ? ഈ 2018 വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം പ്രകാരം ഇങ്ങനെ ജീവന ഭീഷണിയുള്ള തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണെങ്കിൽ അവർക്ക് സുരക്ഷ നൽകേണ്ടത് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും എന്താണ് പോലീസ് അതിൽ പറയുന്നത്? ഇവർ ഈ എന്തുകൊണ്ട് സുരക്ഷ നൽകുന്നില്ല എന്നതിനൊരു വിശദീകരണം ഉണ്ടോ? ശ്രീജ, ഈ കാര്യത്തിൽ ആദ്യം ഈ ശുചീകരണ തൊഴിലാളി ഒരു പരാതിയാണ് നൽകുന്നത്. എഴുതി കൊണ്ടുള്ള ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകുന്നു. പക്ഷേ ഒരു നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിക്കുന്നു. കോടതിയിൽ പ്രധാനമായും ഇദ്ദേഹം പറഞ്ഞത് തനിക്കും തന്റെ കുടുംബത്തിനും ഇത്തരത്തിൽ സംരക്ഷണം നൽകണം. തനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അതെല്ലാം താൻ പറയാം. ഇതാരാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്തതെന്ന് പോലും തനിക്കറിയാം. തന്നെ ഇത്തരത്തിൽ ഈ 100ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ നിർദ്ദേശം നൽകിയത് തന്നെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ ചെയ്യിപ്പിച്ചത് ആരെന്നൊക്കെ തനിക്കറിയാം. പക്ഷേ പോലീസ് സംരക്ഷണം വേണമെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അദ്ദേഹത്തെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ കണ്ണ് മാത്രം ബാക്കി വെച്ച് മുഴുവൻ ഒരു കാരണവശാലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. പോലീസ് ആ ജാഗ്രത എന്തുകൊണ്ട് പിന്നീട് ഈ കോടതി നിർദ്ദേശം നൽകിയിട്ടും ഇത്തരത്തിൽ സംരക്ഷണം നൽകാതെ അദ്ദേഹത്തെ ഈ രീതിയിൽ കൈകാര്യം ചെയ്തതെന്നാണ് ഏറ്റവും അത്ഭുതം. ഇതിൽ പോലീസ് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാക്ഷിയെ എവിടെയാണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് പോലീസ് സംരക്ഷണം നൽകാൻ കഴിയാത്തതെന്നാണ് വിചിത്രവാദമാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇന്നലെ വെള്ള കാറിൽ വന്നു നിൽക്കുന്നത് ഈ സംഭവം നടന്ന സ്ഥലത്ത് ഈ കുഴിച്ചിട്ടെന്ന് പറയുന്ന പ്രദേശത്ത് വെള്ള കാറിനകത്ത് ഇരിക്കുന്നത് ഈ സാക്ഷിയാണ്. ഈ സാക്ഷി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ പരിസരത്തൊക്കെ നമുക്ക് ആ കാറിന് സമീപത്തായി കാണാം. 1 മണിക്കൂറോളം അവിടെ കാത്തിരുന്നു. പോലീസ് വന്നില്ല, തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തെ എവിടെയാണെന്ന് അറിയില്ല എന്ന് പോലീസ് പറയുന്നതെന്നാണ് ഏറ്റവും വലിയ ചോദ്യമായി വരുന്നത്. ഏതെങ്കിലും ഒരു അലംഭാവം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ദുരൂഹത ഇപ്പോഴും ഈ കേസിൽ ഉണ്ട് എന്ന് തന്നെ സംശയിക്കപ്പെടുന്നു. പതിറ്റാണ്ടുകളോളം അവിടുത്തെ ഒറ്റ കേസ് പോലും ഇങ്ങനെ അന്വേഷിക്കപ്പെടാതെ അറിയപ്പെടാതെ പോകില്ലായിരുന്നു. സ്വാഭാവികമായും അക്കാര്യത്തിൽ പോലീസിന് മുകളിൽ പലതരത്തിലുള്ള സമ്മർദ്ദമുണ്ട് എന്നത് നമ്മൾ നേരിട്ട് ഇവരിൽ നിന്നൊക്കെ ഇത് അനുഭവിച്ചവരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതുമാണ്, ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ഇന്ന് എന്തായാലും കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ തരത്തിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്ന തരത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും ബൈജുവിലേക്ക് ആ സമയത്ത് മടങ്ങിയെത്താം. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ധർമ്മസ്ഥലയിലെ വാർത്തകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. ബൈജു നേരിട്ട് അവിടെ പോയി ഈ ആളുകളെ എല്ലാം കണ്ടതാണ്, അവരോട് സംസാരിച്ചതാണ്, ഈ സാക്ഷി ഉൾപ്പെടെയുള്ളവരോട് നേരിട്ട് സംസാരിച്ചതാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇത്ര കൃത്യതയോടെ ഈ വാർത്തകൾ നൽകുകയും ചെയ്യുന്നത്.